ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും മൈമൂൺസ് കിച്ചൻ്റെ ഹാപ്പി ന്യൂ ഇയർ. മുഹറം 1 ഇന്ന്. അപ്പം നല്ല സ്വീറ്റ് വെച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പിസ്ത പുഡിങ്ങാണ് ഇന്ന് കാണിക്കുന്നത്. പുഡിങ് ഇതുണ്ടാക്കാൻ ഒരുപാട് മെനക്കേടും ഇല്ല, ഒരുപാട് ചിലവും ഇല്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ പിസ്ത പുഡിംഗ് ആണല്ലോ. അപ്പോൾ ഞാനിപ്പം കുറച്ച് പിസ്ത ഒന്ന് തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സിയിൽ അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അമ്മിക്കല്ലെങ്ങാനും ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തിയെടുത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്ക് ആ പുഡിങ്ങിൽ കടിക്കാൻ കിട്ടുന്നത് അടിപൊളി. പിന്നെ ഈ പുഡിങ്ങിന് ഞാനിപ്പം ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും എടുക്കുന്നില്ല. കുറച്ച് കോൺഫ്ലവർ മിക്സാണ് എടുക്കുന്നത്. അതായത് കസ്റ്റേർഡ് കാച്ചിട്ടാണ് ഞാനിതിപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലോർ, ഞാനിവിടെ കോൺഫ്ലോർ ആണ് എടുത്തത്. കോൺഫ്ലോർ എടുക്കാം. അതിലേക്ക് റിച്ച് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഗുഡ് ലൈഫ് മിൽക്കാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും പുഡിങ്. നോർമൽ നമുക്ക് സാധാ മിൽമ പാലൊക്കെ എടുക്കാം. കുറച്ച് പാലെടുത്തിട്ട് നന്നായി ഈ കോൺഫ്ലോർ ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ടയില്ലാണ്ട് ഇതൊന്ന് സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് കാച്ചിയെടുക്കണം. അപ്പം ഞാനിപ്പം ഗുഡ് ലൈഫിൻ്റെ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. പാല് ചെറുതായിട്ട് ചൂടായി വരുമ്പം ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പം ആ ഒരു സ്വീറ്റ്നെസ് നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് പാല് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലിപ്പം നന്നായി ചൂടായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ സ്ലറി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവറും പാലുമാണ്. പാലല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിൽ മിക്സാക്കി എടുത്താൽ മതി കോൺഫ്ലവർ. ഇനിയിപ്പം ഫ്ലെയിം ഒന്ന് മീഡിയം ലോ ആക്കി വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. കൈവക്കാണ്ട് ഇനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം കോൺഫ്ലവർ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പം അടി പിടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഇത് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് സമയമായിട്ട് അങ്ങനെ കുറുക്കി ഭയങ്കര തിക്കാക്കി എടുക്കരുത്. അപ്പം നമ്മുടെ പുഡിങ് തണുത്ത് വരുമ്പം കൂടുതൽ തിക്കായിപ്പോവും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു എക്സ്ട്രാ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കിട്ടും. ഇനിയിപ്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം സ്വീറ്റ് നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ അതൊരു ബാലൻസ് ആയിക്കോളും. കാരണം തണുക്കുമ്പം മധുരം കുറച്ച് കുറയുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏറ്റവും ലോ ആക്കിയിട്ടാണ് ഞാൻ ഫ്ലെയിം ഇപ്പം വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗ്രീൻ കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6 തുള്ളി ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോരാൻ തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ ഒരു മാക്സിമം ഒരു 2 ടീസ്പൂൺ പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പിസ്ത ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുഡിങ് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പം ഓരോ ബൈറ്റിലും പിസ്ത ചെറിയ ചെറിയ പീസസ് കിട്ടുമ്പം അടിപൊളിയല്ലേ കടിക്കാൻ. അപ്പം അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പം ഒരു ഓവൽ ഷേപ്പിലുള്ള പുഡിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ബാക്കി കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം, അടിപൊളിയാണ്. അപ്പം ഞാനിതൊന്നിങ്ങനെ സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ, ഒരു ടോപ്പിംഗ് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. ഓൾറെഡി സ്വീറ്റ് ഉണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇനി അതല്ലാത്തതാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം.
എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീമിലും ഞാൻ കുറച്ച് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചുകൊണ്ട് മുകളിൽ ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പം പൈപ്പിംഗ് ബാഗ് വെച്ചൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിംഗ് കണ്ടോ നന്നായി സെറ്റായിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം മുഴുവനായിട്ടും ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം വിപ്പിംഗ് ക്രീം മുകളിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുകളിൽ കുറച്ച് പിസ്ത നേരത്തെ നമ്മൾ ക്രഷ് ചെയ്തതുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മുകളിൽ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഗ്രീൻ കളർ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ വെറുതെ ഒന്നിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കാണാനുള്ളൊരു ഭംഗി. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു ചെറിയ പച്ച പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഈ ടൂട്ടി ഫ്രൂട്ടി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്ത ക്രീമി പുഡിംഗ് ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊരു 2-3 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ കസിൻ്റെ നാപ്പോളിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, നല്ല അടിപൊളി എന്ന് പറഞ്ഞു. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഈസിയാണ്, ഒരുപാട് മെനക്കേടില്ല. പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലയെന്ന് വെച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിലും ഉണ്ടാക്കാം ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായാൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാം, കമൻറ്റ് ചെയ്യാം. അപ്പം പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. താങ്ക് യു.